Trivandrum Mail will leave from platform number 2 shortly. Thank you. പാല് ചൂടുന്ന എത്രയാ? 50 പൈസ. എത്രയാ? 4 രൂപ. വാടമനെ നീ എപ്പോ പുറപ്പെട്ടു? കാലത്തെ ട്രെയിൻ. ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് ലതിക. ഇത് രമാദേവി, പ്രഭ, ദേവി, ശോഭ, സുമിത്ര. വാ നമുക്ക് എന്തടാ? വാ. ഓ കരയല്ലടാ മോനെ. എന്തിനാ കരയുന്നേ? ഓ ഇരിക്കുന്നേ. ഓ കല്യാണമേ കല്യാണമേ പ്രശ്നട്ടാ മോൻ കരയുന്നേ? സാരില്ല. ഏയ് മോനെ എന്നെ വിളിച്ചിരുന്നോ? അമ്മച്ചി ഒരു ചായ തിളപ്പിച്ചേരാവോ? കുഞ്ഞിനെന്താ കൊടുക്കുക? ചായ മതി, ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. മോനെ ഞാൻ ഓഫീസിൽ പോയാ മോനെ നോക്കാൻ വല്ല പിള്ളേരെയും കിട്ടും. ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാനും ഒക്കില്ല. ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ എങ്ങനെയാ? വർക്കിംഗ് വിമൻസിന്റെ കുട്ടികൾക്കുള്ള ചില നഴ്സറികളുണ്ട്. 6 മാസം പ്രായമുള്ള കുട്ടികളെ വരെ അവിടെ വിടാം. കൊടുക്കാനുള്ള ആഹാരവും മാറ്റാനുള്ള തുണികളുമായി ഓഫീസിൽ പോകുന്ന വഴി കുട്ടിയെ അവിടെ ഏൽപ്പിച്ച ഓഫീസിൽ നിന്ന് വരുമ്പോ മോനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാം. ഇത് തെരേസയുടെ കൊടുക്കൂ. എവിടെ സ്ഥലം? ഒറ്റപ്പാലം. കുട്ടിയുടെ പേര്? ജഗദീഷ്. വയസ്സ്? 1 വയസ്സ്. അമ്മയുടെ പേര്? ലതിക. ലേഖ വരുന്നു കേട്ടോ, മോനെ നോക്കണേ. അച്ഛന്റെ പേര്? അച്ഛനില്ല. കുട്ടിയുടെ അച്ഛന്റെ കാര്യമാ ചോദിച്ചത്. ഞാൻ അവിവാഹിതയായ അമ്മയാണ്.
അൻവൻ മാഡം ഈ കുട്ടിയെ മേടിച്ചോളൂ. കുട്ടിയുടെ പേര് ജഗദീഷ്. Come on, Jagdish, come. Oh, don't cry, my child. Hey, look, don't cry. Look here, my child. എന്റെ മോനെ മോനെ Come, darling, come. Say bye to Mama. No, don't cry. Say bye. Tata. Say tata. Nice boy. Say good. Say this. എത്രയാ? 5 രൂപ. ഓർഡർ എടുത്തിട്ടില്ലേ? ആ, എടുത്തു. പിന്നെ പേടിക്കൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ് മാഡം. വാ, നമുക്ക് സൈൻ ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ പുതിയ അപ്പോയിന്റ് ആണ് ലതിക. ഇത് സ്വാമി സാർ, നമ്മുടെ ഏയോ ആണ്. ഹലോ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. എവിടെയാ സ്ഥലം? ഒറ്റപ്പാലം. ഓ, ചീഫ് ഇന്ന് ലീവിലാ. ഇത് നമ്മുടെ ഓഫീസ് സൂപ്രണ്ട് മിസ്റ്റർ നായർ. നമസ്കാരം. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത്. ഓഹോ. പിന്നെ കുട്ടി ഒന്ന് ജോയിൻ ചെയ്യുന്നതും ഞാൻ റിട്ടയർ ചെയ്യുന്നതും ഒരേ സമയത്താ. മറ്റന്നാൾ എന്റെ സെന്റ് ഓഫ് ആണ്, വരണം കേട്ടോ. ഞാൻ കുട്ടി ഒഫീഷ്യലായിട്ട് ക്ഷണിക്കുകയാണ്. വരൂ. This is your seat. സാർ, Yes. ഇതെന്താണ്? Institution. ശരി സാർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ ബാത്റൂം ഇൻട്രോഡ്യൂസ് ചെയ്തത് കാലത്ത് തന്നെ വേണോ? വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് വന്ന കത്ത് നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. ഇങ്ങതാ. തരില്ല. ഇങ്ങതാന്നേ. കാണിക്കാതെ ഈ പെണ്ണിന്റെ ഒരു എന്തൊക്കെ ഉണ്ടടി ഗൾഫുകാരന്റെ വിശേഷം? പറയില്ല. അടുത്തെങ്ങാനും വരൂ. വരുന്നുണ്ട്. ഈ വരാനുണ്ട് താലികെട്ട്. വേണമെന്ന് ശ്രീയേട്ടൻ എഴുതിയിരിക്കുന്നത്. ഇങ്ങോട്ടൊന്ന് നോക്കി. പെണ്ണിന്റെ മുഖം ഒന്ന് കണ്ടോട്ടെ. നോക്കടി. കൊള്ളാം.
വന്നുള്ളൂ, ആളിങ്ങെത്തിയില്ലല്ലോ. ഉടനെ വരുന്നുണ്ടമ്മേ. ആ, ഇത്തവണ അവൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ വിവാഹം നടത്തണമെന്നാ ഓപ്പ പറഞ്ഞിരിക്കുന്നത്. അയ്യോ അമ്മേ, അപ്പന്റെ പരീക്ഷയോ? പറഞ്ഞ പോലെ അങ്ങനൊരു കാര്യമുണ്ടല്ലേ. എന്തായാലും എല്ലാ കാര്യങ്ങളും ഓപ്പ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുക. ആ, മോളി ഇന്ന് കാപ്പി കുടിക്കുക. ചെല്ലി. എന്ന് വരും? നാളെയോ മറ്റന്നാളോ? വരില്ലെന്നോ? കൊല്ലും ഞാൻ.
നീ എന്താ ഇങ്ങനെ വിളിച്ചു നോക്കിയിരിക്കുന്നു? ആ ഞാൻ തന്നെ. അയ്യോ, ഞാൻ ഇപ്പൊ ശ്രീയേട്ടനെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. Just now. ആ അതല്ലേ വന്നത്. ശ്രീയേട്ടൻ എപ്പോ വന്നു? രാവിലത്തെ ഫ്ലൈറ്റിന്. അയ്യോ, ഇന്ന് വരും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അല്ല, നിന്നെ ഇപ്പൊ കണ്ടിട്ട് ഒരു കല്യാണ പെണ്ണ് മാതിരി ഉണ്ടല്ലോ. ആ, ശ്രീയേട്ടൻ ഒരുപാട് കറുത്തു. അവിടെ വലിയ ചൂടല്ലേ? ഏയ്, മരുഭൂമിയല്ലേ, ഭയങ്കര തണുപ്പാ. ഒരു തമാശ. ശ്രീയേട്ടന് ലീവ് എത്ര ദിവസമുണ്ട്? ലീവൊക്കെ ആവശ്യം പോലെ ഉണ്ട്. അതോർത്ത് നീ വിഷമിക്കണ്ട. എന്ന് വെച്ചാ പഠിത്തം ഉഴപ്പണ്ടാന്ന് സാരം. നിനക്ക് ഞാൻ എന്റെ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? പറഞ്ഞാൽ അതിന് വേറൊരു സമ്മാനം. അല്ല, പെർഫ്യൂംസ്. ഏയ്, കാസറ്റ്സ്? നോ ചാൻസ്. ഒരിക്കലും അല്ല. പിന്നെ തോറ്റോ? ആ, എന്നാ ഇങ്ങോട്ട് നോക്ക്. അത് കയ്യിരിക്കട്ടെ. ഇതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് കേട്ടോ. അമ്മേ, ഒരു സമ്മാനം. ഓപ്പയോ ഉടപ്പറന്നോളും എന്നുള്ള ബന്ധത്തിലല്ല, പെണ്ണിന്റെ തള്ള എന്നുള്ള അർത്ഥത്തിലാണ് നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചത്. ഓപ്പയുടെ മോനെ കൊണ്ട് ഓപ്പയുടെ അനന്തരവളെ കല്യാണം കഴിപ്പിക്കുന്നതിന് ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ഇനിയിപ്പോ ചെറുക്കന്റെ അമ്മ എന്നുള്ള നിനക്ക് തനിക്ക് വല്ല അഭിപ്രായം പറയാനുണ്ടോ, അതോ ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. എന്താ അത്? ലതികയെ പ്രസവിച്ചപ്പോഴേ നമ്മൾ തീരുമാനമെടുത്തതാ അവള് ശ്രീകുമാരനുള്ളതാണെന്ന്. അതെ, പക്ഷെ അതിപ്പോ എടുപിടിയിൽ കയറി നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുള്ളൂ. ഉണ്ട്, അത് ഉടനെ നടത്തണം. എന്താ ഇവിടെ ഇരുന്ന് പറയാനുള്ളതേ ഉള്ളൂ, രഹസ്യമൊന്നുമല്ല. ചെവി അങ്ങോട്ട് മാറ്റി വെച്ചേ. അതെ, പ്രായമായ പിള്ളേരാ, അത് തന്നെ. അത്രേ ഉള്ളു. തന്റെ ഒരു വെപ്രാളം കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് പെണ്ണിനുമല്ല. ചെറുക്കൻ ഇന്നലെ വന്നിട്ടേ ഉള്ളേ. അല്ല, അമ്മയുടെ അഭിപ്രായം ചോദിച്ചില്ല. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവൂടെ ഉള്ളൂ. എന്നാലും അതെ, ഇവിടെ അമ്മയുടെ അഭിപ്രായം എന്താ? എന്താ അമ്മയുടെ അഭിപ്രായം? അഭിപ്രായം വേണ്ടിയിരുന്നില്ല. എന്നാൽ ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഇക്കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനിച്ചാലും അവരൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാണ് ആദ്യം വേണ്ടത്. അങ്ങനെ കാര്യത്തിലേക്ക് കിടക്ക്. വിളിച്ച് ചോദിക്കരണ്ടിനെയും. വിളിക്കാം, ചോദിക്കാം. ശ്രീകുമാര, എന്തോ ഗൾഫിലാണ്, ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഭാവമൊന്നും എന്റെ മുമ്പിലില്ല. അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും പെടുക്കും. അമ്മ എന്തിനാ ഞങ്ങളുടെയൊക്കെ കാലത്ത് 4 പേരുടെ മുമ്പ് വെച്ച് പുടവ കൊടുത്ത് മാലയിട്ടതിന് ശേഷമേ പെണ്ണും ചെറുക്കനും ഒരുമിച്ച് പെരക്കാത്ത കയറൂ. അതൊരു ചടങ്ങ് തന്നെയായിരുന്നു. അവിടൊക്കെ മറിച്ചായിരിക്കും. ദുബായിലേ തന്നെ വിളിപ്പിച്ചത് തന്റെ പ്ലാനൊക്കെ ഒന്ന് അറിയാനാ. ലീവ് എത്ര നാള്, ഇനിയത്തെ വരവ് എപ്പോ? ഇപ്പോഴത്തെ ലീവ് 10-40 ദിവസമുണ്ട്. പോയാ പിന്നെ 2 വർഷം കഴിഞ്ഞാലേ തിരിച്ചു വരാൻ പറ്റൂ. തനിക്ക് അച്ഛനോടൊരു പേടിയും ബഹുമാനവും ഒക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എന്നാലും ഉള്ള കാര്യം നേരെ ചോദിച്ചറിയാനുള്ളതിനെ ചുമ്മാ ചാണ ഗുണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, നിനക്ക് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ല ചേച്ചി, അവളുടെ പരീക്ഷ എഴുതിക്കോട്ടെ. അടുത്ത വരവിനല്ലേ ലതിക ഞാൻ കൊണ്ടുവന്നുള്ളൂ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുക. നമ്മള് വെറുതെ അച്ഛനും അമ്മയും കളിക്കാവുന്നല്ലാണ്ട്. നീ എന്താ പറഞ്ഞേ? ഇത്തവണത്തെ ഉത്സവത്തിന് 27 ആന ഉണ്ടെന്ന് പറയായിരുന്നു. 27 ആന. ആന നമ്മുടെ കേശവനാരല്ലേ പ്രസിഡന്റ്? പോടി പോടി. എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല. നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്താ ഇത്? ഇത് ഒരു തരം മരുന്നാ.
എന്തിനുള്ളതാ? ഇത് പല്ലുവേദന, നെഞ്ചുവേദന, വയറുവേദന, തലവേദന, ഉളുക്ക്, പനി, ജലദോഷം. അവിടെ വെച്ച് ഇത് കഴിക്കാറുണ്ടോ? എപ്പോഴൊന്നുമില്ല, അസുഖം തോന്നുമ്പോ മാത്രം. ആ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മാവന് സുഖമില്ലെന്ന് പറയുന്ന കേട്ടു. നമുക്ക് ഇത്തിരി കൊടുക്കാം. അമ്മാവാ, എടീ, പതുക്കെ. മരുന്നല്ലേ, പിന്നെന്താ പതുക്കാക്കുന്നേ? അമ്മാവാ, എന്റെ പൊന്നു മോളല്ലേ, അലമ്പാക്കല്ലേ. ശരി, ഇനി മേലാൽ ഇത് തുടരുത്. മേലാലെന്ന് പറഞ്ഞാൽ? മേലാൽ എന്ന് പറഞ്ഞാൽ മേലാൽ ചാകുന്നത് വരെ. അയ്യോ, അത് കുറച്ച് കടന്ന കൈയായി പോയല്ലോ മോളെ. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. നോ അഡ്ജസ്റ്റ്മെന്റ്. സത്യം ചെയ്യുന്നോ ഇല്ലയോ? അല്ല, അമ്മാവാ, പ്ലീസ്, സത്യം ചെയ്യാം, സത്യം ചെയ്യാം, സത്യം ചെയ്യാം, ചെയ്യ്. സത്യം. പിടിക്ക്. ഇനി മേലാൽ ഈ സാധനം ഞാൻ കൈ കൊണ്ട് തൊടുന്നതല്ല. എന്താ മോളെ വിളിച്ചത്? അയ്യോ, ചതിച്ചോ? എന്താടാ അത്? ഒന്നുമില്ല, ഒന്നുമില്ല. നീ എന്താ പുറകിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ചോദ്യം? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ലെന്നേ. ഞാൻ പറയാം അമ്മാവാ, ഏയ്, അത് മരുന്നാ. മരുന്നോ? എന്തിനുള്ളതാ? അതൊരുമാതിരി എല്ലാ അസുഖത്തിനും പറ്റുമെന്നാ ശ്രീയേട്ടൻ പറയുന്നത്. അതെന്തോന്ന് എല്ലാ അസുഖത്തിനും പറ്റുന്നൊരു മരുന്ന്? അമൃതോ? ചോദിച്ചു കേട്ടില്ലടാ, എന്ത് മരുന്നാണെന്ന്? അത് കഴിക്കാനുള്ളതാ, പുറത്തു പറയാൻ കൊള്ളില്ല എന്ന്. പുറത്ത് പറയാൻ കൊള്ളരുതാത്തൊരു മരുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ. നീ ആ കൈ ഇങ്ങോട്ട് നീട്ടിയടാ. എടാ, കൈ ഇങ്ങോട്ട് നീട്ടാൻ. നിങ്ങളൊന്ന് മണത്ത് നോക്കിയേ. എന്താ, അത് തന്നെയല്ലേ? ചെറുക്കനെ പേടിച്ചാണോ സത്യം പറയാത്തെ? അത് തന്നെയല്ലേ ഒന്ന്? അതെ, അത് തന്നെ. നീ എന്ത് ഭാവിച്ചുണ്ടാടാ? എങ്ങാണ്ട് എടുത്താ പൊങ്ങാത്ത ഒരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം ചെയ്യാവുന്നോ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ സ്വഭാവം? ചോദിക്കാൻ പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചാ ഈ തോന്നിവാസം? ഇല്ല അച്ഛാ, ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശയ്ക്കോ? അടിച്ച് നിന്റെ ചെപ്പ. വേണ്ട മാവ, ഇനി തൊടില്ലെന്ന് ശ്രീയേട്ടൻ സത്യം ചെയ്തു. സത്യം ചെയ്തോടാ. നിങ്ങൾ ആ ഗ്ലാസിങ് തന്നെ അതിങ്ങോട്ട് തരാൻ. ആഹാ, മണത്തോണ്ടൊക്കെ നിക്കുക. ഊണ് കഴിക്കാൻ വന്നാട്ടെ. പാടി പാടാ. ആണായിട്ടും പെണ്ണായിട്ടും ഒരുത്തനെ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ലാളിച്ച് എന്തും ചെയ്യാവുന്ന ഇല്ലേ? ആഹാ, നീ രാവിലെ മുതലേ അകത്ത് കയറി കഥയടച്ച് കുത്തിയിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എവിടെ എവിടെ എവിടെ? ഇതാ താഴെയുണ്ട്. ഇതേതനം വെള്ളം ഒഴിക്കേണ്ടതോ ഒഴിക്കേണ്ടാത്തതോ? അത് ശീലം പോലെ ആകാം. എനിക്ക് ഒന്നും ശീലമില്ലാത്തതുകൊണ്ടാ നിന്നോട് ചോദിച്ചത്. ശാസ്ത്രം തെറ്റിക്കണ്ട. ആഹാ, നീ അങ്ങോട്ട് ചെല്ലേ. അവൾ ചെന്ന് നിന്റെ അമ്മയോട് പറയും. അവൾ എന്നെ മൂക്കൊണ്ട് അരിസി വരപ്പിക്കും. ചെല്ല, അങ്ങനെ ഇരിക്കും. നീ ചെല്ലേ, ചെല്ല. കണ്ടാലേ പേടി തോന്നുന്നു, പിന്നെ ഇങ്ങനെ കഴിക്കുക. അല്ല, ശ്രീയേട്ടന് മീനൊക്കെ അറിയാം. പിന്നെ കണ്ട ഗൾഫ്രണ്ടേഴ്സിനെ കിടക്കുന്നതല്ലേ, ഇതൊക്കെ പഠിച്ചാലേ പറ്റുള്ളൂ. നീ അതിന്ന് ഉറങ്ങി പഠിക്കേ. എന്റെ ഒരു പേടി. നിന്നെയും കെട്ടിക്കൊണ്ട് എന്റെ കാര്യം കുഴപ്പത്തിലാവൂടി. ആ, നീ പോയി ആ മസാലപ്പൊടിയൊക്കെ എടുത്തോണ്ടോ. അമ്മ വരുന്നതിന് മുമ്പേ പാചകം ചെയ്തില്ലെങ്കിലേ കാര്യം ആ കുഴപ്പത്തിലാവും. ഗംഭീരവശം കഥ. ഗോപാലനാശാന്റെ പാഞ്ചാലി. എനിക്കെന്ന് 10-12 വയസ്സേ പ്രായം ഉണ്ടാവും. ശ്രീവേഷം എന്ന് പറഞ്ഞാൽ ആശാന്റെ വേഷ വേഷം കണ്ടിട്ടുണ്ടോ? വരരെ കേട്ടിട്ടുള്ളൂ. ആ, കണ്ടാലേ മനസ്സിലാവും. ഒരു അതിശോക്തിയില്ല എന്റെ വരരെ. കൊത്തിയാവും. ഞാനെന്ത് ചെയ്തു? കളി കഴിഞ്ഞ് ആശാൻ അരങ്ങത്തുനിന്ന് ഇറങ്ങിയപ്പോ ഞാനും പുറകെ കൂടി കൂട്ടുവരയിലേക്ക്. എന്തിനായിരിക്കും? അതിപ്പോൾ പറഞ്ഞില്ലേ, പെണ്ണ് തന്നെയാണെന്നാ എന്റെ ധാരണ. വേഷം മാറുന്നൊന്ന് കാണുക, അത്രേ ഉള്ളൂ. ഈ കൗമാര കൗതുകം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. പുടവ അഴിച്ചപ്പോഴല്ലേ എന്റെ വരരെ ചെണ്ടക്കോല് പോലെ വളഞ്ഞ 2 കാലും വസൂരിക്കുത്തുള്ള മുഖവും. എന്താ ഒരു മണം?
ആ അതെ, ഗൗരിക്കുട്ടി ഇവിടെ ഇല്ല. അനന്തരവളുടെ പാചകമാണ്. മണം കേട്ടാ അറിയാൻ ഗുണം. മണം കേട്ടിട്ട് മീനാവാനാ വഴി. നീനോ? ആരൊക്കറിയില്ലേ? കാവുങ്ങാട്ടിലത്തെ തിരുമേനിയാ എന്റെ അച്ഛൻ. എന്റെ ഓർമ്മയായിട്ട് ഇന്ന് വരെ ഈ വീട്ടിൽ ഈ വക സാധനം ഒന്നും കേട്ടിട്ടില്ല. ഇത് ഉരുളക്കിഴങ്ങ് മസാലയാവാനാ വഴി. എന്തായാലും ഇത് മീൻ തന്നെ. എന്നാ വാരര് ചെല്ലേ. ആ. ഊണിന് മുമ്പ് ഒരു കുളിയുള്ളത് മുടക്കണ്ട. ആ അത്താഴപ്പുഴ നിന്നോട് വരണം. ഓ, ഓ. കഥ ബാക്കി കിടക്കുന്നു. പിള്ളേരാ ഞാനില്ല. അയ്യോ അല്ല, അവരാ പിള്ളേരെ. അടിക്കല്ലേ അടിക്കല്ലേ. കുളിക്കാം കുളിക്കാം. ഓ കേട്ടു. ഇതിപ്പോ എന്ത് എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു. നിനക്ക് ഓർമ്മയുണ്ടോ കിട്ടാ പണ്ട് വല്യമ്മാവൻ എന്നെ വട്ടവര നിർത്തിയത്? അപ്പോ ഞാനും ഗൗരിയും തമ്മിൽ അങ്ങനെ പറയത്തക്ക ബന്ധമൊന്നുമില്ല. ഒന്ന് കണ്ടു, ചിരിച്ചു, അത്രയൊക്കെ ഉള്ളു കേസ്. എന്നിട്ടും തല്ലെത്ര കൊണ്ടത്. അന്നൊക്കെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നതേ ഒരു സാഹസ. ഇപ്പോഴോ കണ്ടില്ലേ, എപ്പോ നോക്കിയാലും രണ്ടും കൂടി എന്താ എന്റെ കിട്ടാ ഇവർക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്? ഒന്നും അറിയാത്തൊരാളെ. എന്നാ പിള്ളേരുടെ ഒരു ധാരണ. പഴയ ആളുകളല്ലേ, ഇപ്പോഴത്തെ പുതിയ സമ്പ്രദായം ഒന്നും നമുക്ക് മനസ്സിലാവൂലെന്ന് അറിയാനും. കാള വാല് വെക്കുമ്പോഴേ അറിഞ്ഞൂടെ എന്റെ കിട്ടാ. കല്യാണമേളത്തിനിടയ്ക്ക് പഠിത്തം ഉഴപ്പല്ലേ മോളെ? അവസാന വർഷമാണ്. ഞാൻ ശരിക്കും പഠിക്കുന്നുണ്ടമ്മേ. ക്ലാസ്സോട് കൂടി ഞാൻ ജയിക്കും. അല്ല, ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. തറവാട്ടിലെ മുറ്റത്ത് ഒരു മാനസപ്പന്തലിട്ട് അതിനകത്ത് വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണമെന്നായിരുന്നു എന്റെ മോഹം. സമയക്കുറവ് കാരണം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ മതിയെന്നാണ് ഓപ്പ പറയുന്നത്. എന്താ ഒരു വിവരം അറിയിക്കാനുണ്ട്. എന്താണ്? നമ്മുടെ ശ്രീകുമാറിന്റെ അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേന പോലെ വന്നു. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? അതിനു മുമ്പേ എല്ലാം കഴിഞ്ഞു. നിനക്കറിയാവുന്നതാണല്ലോ, സമയത്തിന് പോയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും, അവധിയും നീട്ടിക്കിട്ടില്ല. എന്തായാലും ശ്രീയേട്ടൻ ജോലി നഷ്ടപ്പെടുത്തരുത്. ഓർക്കപ്പുറത്തുള്ള അമ്മാവിന്റെ മരണം, അതിലുള്ള ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. മോളെ, എന്താ ഇത്? ഞാൻ പോയിട്ടേക്ക് വരുമല്ലോ. അപ്പോഴേക്കും നിന്റെ പഠിത്തവും തീരും. അടുത്ത അവധിക്ക് ഞാൻ മോക്കുള്ള NLC-യുമായിട്ടായിരിക്കും വരിക. വിവാഹം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാം. നീ ഒന്ന് നോക്കിക്കേ.
നെഞ്ചിലോ നെഞ്ചിലെ ആഴം. സുന്ദരി പൂവിന് നെഞ്ചിലോ നെഞ്ചിലെ ആഴം. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വാമി സാർ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വരൂ സാർ, കമോൺ. ഞാൻ എന്ത് സംസാരിക്കാൻ? കമോൺ സാർ, ഇപ്പോഴല്ലേ പിന്നെ എപ്പോഴാണ് ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നത്? കമോൺ സാർ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. 30 വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ വിടവാങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്നോട് കാണിച്ച സഹകരണത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെല്ലാം ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിഞ്ഞവരാണ്. ഇന്നിപ്പോൾ നാളെ മുതൽ നിങ്ങളെ പിരിഞ്ഞ് നിങ്ങളില്ലാതെ ജീവിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ஐயோ கரையாதுங்க சின்ன குழந்தை கரையாது கரையாதுங்க பேரு நிக்கிற இடத்துல இப்படி எல்லாம் கரையலாமா സാറല്ലേ പടം എടുത്തിട്ട് മുഖം കണ്ടില്ല എന്ന് പറഞ്ഞ എന്നെ കുറ്റം പറയാൻ വരുന്നത്. സാറേ, ചീഫ് വരുന്നുണ്ട്. സ്വാമി, ചീഫ് ഈസ് കമ്മിങ്. സാറേ ലേക്ക് പോയി തുടങ്ങി സാർ വന്ന് നിൽക്കണ്ടത്. ഐ എം റിയലി ലക്കി. നമസ്കാരം സാർ. ഈ വയസ്സിന് വല്ലപ്പോഴൊക്കെ ഓർക്കണം. തോന്നല്ലേ? എനിക്ക് നിങ്ങളൊന്നും സാറേ നേരെ രാത്രി ആയി തുടങ്ങി ഒന്ന് വന്ന് നിൽക്കണ്ട സാറേ. അവസാനം പടം എടുത്തിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറയുന്നത്. ഒന്ന് വന്നു പിന്നെ എന്റെ മെക്കിട്ട് കിടന്ന് ചാടിക്കോളാം. പടം തന്നെ ഫോട്ടോ എടുക്കാം. സാറേ ഒന്ന് ഇല്ലേ ബാഗ് ഉണ്ട്. നീ എന്താ ഇവിടെ മാറി നിൽക്കുന്നു? വാ, ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു. വാടി, വന്നു വാ. ഒന്ന് പോക്കറ്റിൽ തൊട്ടെ. ഒന്നും കൂടെ അടുത്തൊന്ന് ഒന്ന് ചിരിക്കാം. റെഡി? സ്മൈൽ. എടുക്കണം. ഓക്കെ. പ്രൂഫാണ് സാർ. ഏതായി പെൺകുട്ടി? പുതിയതായി നിയമനം കിട്ടി വന്നതാണ്. പേര്? ലതിക. അവരോടൊന്ന് വരാൻ പറയും. യെസ് സാർ. എക്സ്ക്യൂസ് മീ, ലതികയെ ചീഫ് വിളിക്കുന്നു. Come in.
ഇരിക്കും. എന്നാ ഇവിടെ ജോയിൻ ചെയ്തു? കഴിഞ്ഞ 16-ന്. ലതി എന്നെ മറന്നു അല്ലേ? നിങ്ങളെ എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? ഞാൻ ലതിയെ നാട്ടിൽ കുറെ അന്വേഷിച്ചു. പക്ഷേ ലതിക എവിടെയാണെന്ന് അവിടെ ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരെയും അറിയിച്ചിട്ട് പോരണമെന്ന് തോന്നിയില്ല. എവിടെയാ താമസം? ലേഖയുടെ കൂടെ. ശരി. അവരൊന്നും പറഞ്ഞില്ലേ? ആ ഏയ് ആ നമുക്ക് ശരിയാക്കാം. ആ ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. എന്തിനാ വിളിപ്പിച്ചത്? ലതികയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കുട്ടികളുമായി ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ കയ്യിൽ കണ്ട കുഞ്ഞ്? അവൻ എന്റെ മോനാണ്. അപ്പൊ ലതികയുടെ ഹസ്ബൻഡ്? അമ്മേ, ഇതാര് ലതികയോ? മോടെ കാര്യം ഇപ്പൊ നിഷ പറഞ്ഞതേ ഉള്ളൂ. ഓ, ഇന്ന് പിറന്നാളല്ലേ? നിഷേ, മോളെ നിഷേ, പായസമായിരിക്കും. അമ്പലത്തിൽ പോയിരുന്നു അല്ലേ? ആ, എത്തിയോ? എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. അമ്മയെ കൂടെ കൂട്ടായിരുന്നില്ലേ? ഓ, അമ്മ ആകെ തിരക്കില്ല. ആ ലതികയോ, എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടാ, ഇന്നോട്ട് ബർത്ത്ഡേയാ. ചേട്ടന് ഇത്തിരി പാൽപ്പായസം തരട്ടെ? അയ്യോ, ഇതിന്റെ പുറത്തായ പിരിയും. എനിവേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ദീർഘായുസ്സായിരിക്കട്ടെ. താങ്ക്സ്. പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എനിക്ക് ലാറ്റിൻ അമേരിക്കൻ പോയട്രി കളക്ഷൻ ഒന്ന് വേണമായിരുന്നു. തരാം. പക്ഷേ കൊണ്ടുപോകാനുള്ള താല്പര്യം അത് തിരിച്ചു കൊണ്ടുവരാനും കാണിക്കണം. അന്ന് ആ പുസ്തകം എടുത്തുകൊണ്ട് പോയി നമ്മളായിട്ട് ചിരിച്ചമാരി ആവരുത്. കുറഞ്ഞിട്ട് കാണാനില്ല, പേജ് കാണാനില്ല എന്നൊന്നും പറഞ്ഞിട്ട് വന്നേക്കാം. ഇല്ല, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ ഷെൽഫിൽ എവിടെയെങ്കിലും കാണും, എടുത്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ ചേട്ടനോട് ചോദിച്ചാൽ തരുമെന്ന്. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ കുടിക്കുവോ?
അത് നിനക്കറിയാലോ, ചേട്ടത്തിയമ്മയുടെ മരണം ചേട്ടനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ടെന്ന്. വല്ലപ്പോഴും ഇങ്ങനെ ചിരിച്ചു സംസാരിക്കുന്നത് നമ്മളോടൊക്കെയാ. ഇപ്പോഴങ്ങനെ പുറത്തേക്ക് എങ്ങും ഇറങ്ങാറില്ല. തനിച്ചിരിക്കാനാ കൂടുതൽ ഇഷ്ടം. ഇപ്പൊ റിസർച്ചും എല്ലാം നിർത്തിയിരിക്കുക. അടുത്ത മാസം അമേരിക്കയിൽ പോകണമെന്നൊക്കെയാ പറയുന്നത്. അതൊരു കണക്കിന് നല്ലതാ. ഈ മൂടിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാമല്ലോ. ഞാൻ വരട്ടെ. ഇത് നോക്കൂ. അതെടുക്കൂ. ഇതാ നല്ല കളറല്ലേ? ഒരു പട്ടത്തിയുടെ ലുക്കുണ്ട്. അതെടുക്കൂ പ്ലീസ്. അതിന് മേലെ ഇതൊന്നും ദാറ്റ് വൺ. ഇത് കൊള്ളാല്ലേ? ഇത് ഇപ്പൊ നല്ലൊരു അമ്മൂമ്മയുടെ ലുക്കുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ വാങ്ങിച്ചു, ഞാൻ പൈസയും കൊടുത്തു. അല്ല, എനിക്ക് എന്തെങ്കിലും വേണോന്ന് ആരെങ്കിലും ചോദിച്ചോ? അയ്യോ, അതിന് ചേട്ടൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചു വിടുന്നില്ലല്ലോ. എന്താണ് പ്രോബ്ലം? ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ. താങ്ക് യു. എന്നോടി, നിന്നെക്കാളും സ്നേഹമാ ലതികയ്ക്ക് എന്നോട്. നിനക്ക് തോന്നിയില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ആ ലതികയോ? ഇത് അന്ന് വാങ്ങിച്ച സാരിയല്ലേ? അതെ. നന്നായിരിക്കുന്നു. ഇറ്റ് മാച്ചസ് വിത്ത് യു വെരി വെൽ. താങ്ക് യു. നിഷയില്ലേ? മുകളിലുണ്ടാവും. പുതിയ പോയിട്രി കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. നീ നിന്റെ ഒരു പോയിട്രി കളക്ഷൻ. ചേട്ടാ ആരാന്ന് പറഞ്ഞേ? ഇത് ഞാനല്ലേ? ആണോ? ഈ നോക്ക്, നന്നായിട്ടുണ്ട്. ഇത് ഞാനെടുത്തോട്ടെ? താങ്ക് യു. ചേട്ടാ, ഞങ്ങൾ ലൈബ്രറി വരുന്ന ഡ്രോപ്പ് ചെയ്യാമോ? റെഡിയല്ലേ? എന്താ ലതികയുടെ മുഖത്ത്? ഒന്നുമില്ല, വെറുതെ പറയാ. അയ്യേ. ഫസ്റ്റ് പാർട്ടിയാണ്. കൊള്ളാലോ. നിന്നെ പോലൊരു മണ്ടി. കേറ്. നമുക്ക് പോളായി. അയ്യോ, എന്റെ സ്കേർട്ടൊക്കെ നനയുന്നു. ലതിക എങ്ങോട്ടാ? വീട്ടിലേക്കാ. കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം.
നിഷ വന്നില്ലേ? അവളുടെ ക്ലാസ് ഉച്ചയ്ക്ക് കഴിഞ്ഞു. ആനന്ദ് ശങ്കർ ഉണ്ടോ? ഉണ്ടല്ലോ. വേണോ? അറിയോ ഫാൻ ഓഫ് ആനന്ദ് ശങ്കർ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഐ ജസ്റ്റ് ലൈക്ക് ഹിം. കണ്ണൂടെ കാണാൻ വയ്യ. എന്താ ചാട്ടാവുന്നില്ല. ഡെൽക്കോല് വെള്ളം കയറി. കുറച്ചുനാളായി ഞാൻ ലതികയോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ലതികയ്ക്കറിയാമല്ലോ. ഈ ചുറ്റുപാടിൽ എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത് ലതിക കാണുമ്പോൾ. ലതിക തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ലതിക വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇതൊന്ന് തുറന്നു പറയണമെന്ന് കരുതിയിട്ട് കുറെ നാളുകളായി. പക്ഷേ പലപ്പോഴും I want you. Please. ഇല്ല സാർ, അവൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ആ കുഞ്ഞ്? അതാണല്ലോ അവളുടെ ദുരന്തം. ആരോട് ഒരു ദ്രോഹവും ചെയ്യാത്ത അവൾക്ക് ഇത് സംഭവിച്ചല്ലോ എന്നാ. ശ്രീയേട്ടനുമായുള്ള അവളുടെ വിവാഹം വരെ നിശ്ചയിച്ചതാ. പക്ഷേ ലതികയുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തത്
അവൾ സ്വന്തം സഹോദരനെ പോലെ കരുതിയിരുന്ന ഒരു മനുഷ്യനാണ്. അതിന്റെ ഓർമ്മയാണ് ആ കുഞ്ഞ്. അയാളാണ് അതിന്റെ അച്ഛൻ. അതാരാണെന്ന് ലേഖയ്ക്ക് അറിയാമോ? ഇല്ല സർ, എത്ര ചോദിച്ചിട്ടും അവൾ അത് മാത്രം പറഞ്ഞിട്ടില്ല. അതിന്റെ ഓർമ്മയാണ് അയാളാണ് അതിന്റെ അച്ഛൻ. ജ്ഞാനം അനന്തം, ജ്ഞാനം അനന്തം, അനന്തമോ കാലം ചിരകാലം കഥയിൽ ഇടരും നിറനിറജാലം ജ്ഞാനം അനന്തം. ജ്ഞാനം അനന്തം. വാനമായ മേഘമൂടും ഉയരങ്ങളിൽ തുഹിനം പെയ്യും രൂപമായ ഭാവമോലും ലയഭംഗിയിൽ ഒഴുകും മനോരഥം പ്രശാന്തത പുൽകും വീതിയിൽ ജ്ഞാനം അനന്തം, അനന്തമോ കാലം ചിരകാലയുഗം കഥയിൽ ഇടരും പടരും നിറനിറജാലം ജ്ഞാനം അനന്തം. ജ്ഞാനം അനന്തം, ജ്ഞാനം അനന്തം. എന്തിനാ വിളിപ്പിച്ചത്? ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്തൊരു തെറ്റാണ്. ഒരപേക്ഷയുണ്ട്. ഞാൻ ലതികയെ വിവാഹം കഴിക്കാം. ആ കണക്കിൽ നിങ്ങൾ എത്ര പെൺകുട്ടികളെ വിവാഹം കഴിക്കേണ്ടി വരും? ലതിക എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങളെക്കുറിച്ച് ഞാൻ ധരിച്ചിരുന്നതൊക്കെ ശരി തന്നെയായിരുന്നു. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതി അല്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം പാടെ തകർത്തിട്ട് ഇപ്പോൾ വിവാഹം കഴിക്കാമെന്ന്? എനിക്ക് ആ ഔദാര്യം ആവശ്യമില്ല. ഞാനൊരു ഔദാര്യം കാട്ടുകയല്ല. ഐ നീഡ് യു. എനിക്കൊരു മോനുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല. മോൻ നിങ്ങളുടെ തന്നെയാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? ഇനിയും എന്നെ പരീക്ഷിക്കരുത്. ലതികയുടെ എല്ലാ ചുറ്റുപാടുകളും മനസ്സിലാക്കിയവനാണ് ഞാൻ. ലതികയ്ക്കറിയാമോ
വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഞാൻ ലതിക എവിടെയൊക്കെ അന്വേഷിച്ചു വന്നു. എനിക്കിതൊന്നും കേൾക്കണ്ട. എല്ലാത്തിനും ഞാൻ ഒന്നുകൂടെ മാപ്പ് ചോദിക്കാം. കഴിഞ്ഞൊക്കെ മറക്കും. ഞാൻ എന്നെ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ജന്മം എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ എനിക്ക് എന്റേതെന്ന് അവകാശപ്പെടാൻ ഒരു ജീവൻ ഈ ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞത് മുതൽ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ഉണ്ടായതുപോലെ. അതിപ്പോഴുണ്ടായ അറിവല്ലേ? നിങ്ങൾക്കറിയുമോ, മോനെ വയറ്റ് വെച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന, നാലുപാടിൽ നിന്ന് ഞാൻ ഏറ്റ പരിഹാസങ്ങൾ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും. നമ്മുടെ കുഞ്ഞോ? എന്നെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെങ്കിലല്ലേ അവന്റെ അച്ഛനായി നിങ്ങളെ 4 പേര് അംഗീകരിക്കൂ. ലതിക എന്നോട് പ്രതികാരം ചെയ്യാണ്. നിങ്ങൾക്കതറിയില്ല. ആ കുഞ്ഞൊരിക്കലും ജനിക്കരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. പിറന്നു വീണപ്പോൾ ഞാൻ അവനെ വെറുത്തു. പക്ഷേ ഇന്നെന്റെ ജീവനാണ് അവൻ. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തവനാണ് നിങ്ങൾ. എന്റെ സ്ത്രീയത്തിന് എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? എന്റെ വയറ്റിൽ പിറന്ന കുഞ്ഞിന്റെ അച്ഛൻ സ്ത്രീയട്ടനല്ലെന്ന് അറിഞ്ഞപ്പോൾ പറയൂ, ആരാണ് ഇതിനൊക്കെ കാരണക്കാരൻ? പറയൂ, പറയൂ. എന്തൊരു മഴയാ! ഓർക്കാപ്പുറത്തുള്ള മഴയായതുകൊണ്ട് ഞാൻ ഇന്ന് റെയിൻ കോട്ട് എടുത്തു. ഇനിയിപ്പോ സ്കൂട്ടറിൽ എങ്ങനെയാണോ പോണേ? അയ്യോ, നഴ്സറി വിട്ടുകാണോ? ഞാൻ നനഞ്ഞു പോയാലോ? ലതിക്ക് കിറുക്കുണ്ടോ ഈ മഴയത്ത് നനഞ്ഞോണ്ടോടെ? എന്റെ മോനും ഈ പെരുമഴത്ത് എന്ത് ചെയ്യാനാ? മഴ മാറട്ടെ. മഴയായതുകൊണ്ട് എല്ലാരും പോകാൻ നിൽക്കുന്നത്. 2-3 പേരെ വേണമെങ്കിൽ ഞാൻ എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. ലതിക വരുന്നു? നോ താങ്ക്സ്. അതെ, ചീഫ് ലതികയുടെ നാട്ടുകാരനാണ്. അതിന് ലേഖയോട് വിശദീകരണമൊന്നും ചോദിച്ചില്ലല്ലോ. വല്ലവരുടെയും ഭാഗ്യത്തില് നമ്മൾ എന്തിനാണ് ഈ തലയിടുന്നത്? അതെ, നിങ്ങൾ ഒരാളെ ഞാൻ വേണമെങ്കിൽ സ്കൂട്ടറിൽ കൊണ്ടുപോകാം. ഈ മഴയത്തോ? ഓ, ചെറിയ മഴയൊക്കെ നനഞ്ഞ് സ്കൂട്ടറിലൊക്കെ പോകുന്ന ഒരു പൊടി രസമൊക്കെയാ. ഗോല, ഈ കുടൽ എതിക്ക് കൊടുക്കും. സാറ് തരാൻ പറഞ്ഞു. ഇനി തന്നേരെ. ഭാഗ്യം, വാലധികം നമുക്ക് പോവാം. നിന്നെ കണ്ടില്ലെങ്കിൽ മോൻ കരയും. വാ. ഏതായാലും നല്ല സമയം തന്നെ. വന്നിട്ട് 4 ദിവസമായില്ല, അതിനു മുമ്പ് ഇത്രയും നേടിയെടുത്തു. രോഗമുള്ളവർ എടി, കഴിവുള്ളവർ മഴ നനയാതെ ഇങ്ങ് പോന്നു. അതിന് നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? അസൂയപ്പെടുന്നെന്ന് വെച്ചാൽ കണ്ടാ മിണ്ടാ പൂച്ചയാ, പക്ഷെ പുളിങ്കൊമ്പെ തന്നെയാ പിടിച്ചിരിക്കുന്നത്. നമ്മളും കുറെ നാളായി ഇതേ ഓഫീസിൽ ജോലി ചെയ്യുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? അതെ, ചിലർക്ക് പെറ്റ പെണ്ണുങ്ങളോടാ കൂടുതൽ ഇഷ്ടം. ആരും അത്ര നല്ല പിള്ളൊന്നും ചമയണ്ട. നിങ്ങളുടെയൊക്കെ ചരിത്രേ മറ്റുള്ളവർക്കും കുറച്ചൊക്കെ അറിയാം. ഓ, അതിന് ലേഖ എന്തിനാ ഇത്ര ചൂടാവുന്നേ? ഞങ്ങൾ ലേഖയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ആരുടെ കാര്യം ഇവിടെ പറയണ്ട. മറ്റുള്ളവരെ സൂക്ഷിക്കാനുള്ള ചുമതലയൊന്നും നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ.
ലതിക എന്തും കേട്ട് സഹിക്കുന്നവളാണെന്ന് കരുതി അത്ര കണ്ട് താഴ്ത്തി കെട്ടണ്ട. നിങ്ങളെ തന്നെ അങ്ങ് സൂക്ഷിച്ചാ മതി. അവളുമാരുടെ ഒരു ജോലി ചെയ്തിന്റെ കുഞ്ഞിനെ വളർത്താമെന്ന് വെച്ച് ആ മഹാഭാവി അതിന് സമ്മതിക്കില്ല. ആളുകളുടെ അപമാനം കേട്ട് കേട്ട് ഞാൻ മടുത്തു. ലതിക, നീ എന്തിനാ ഇങ്ങനെ നിയന്ത്രണം വിടുന്നത്? എന്റെ ജീവിതം തകർത്ത ഒരു മനുഷ്യനെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ മനുഷ്യനാണ് ഈ അർജുനൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഇരിക്കണമെന്നോ അല്ല ഞാൻ. ഒരു പെണ്ണിനെ ഇതിലും കൂടുതൽ എങ്ങനെയാ ദ്രോഹിക്കുക? പ്ലീസ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടൂ. ലതയ്ക്ക് ഇത്രമാത്രം പ്രയാസം ഉണ്ടാക്കിയതില് എനിക്ക് വിഷമമുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോൾ നിങ്ങൾ എന്റെ മേലധികാരിയാണ്, സമ്മതിച്ചു. പക്ഷേ എന്നെ വിലക്കെടുക്കാമെന്ന് കരുതണ്ട. ക്ഷമിക്കൂ, ഞാൻ കൂടെ തന്നത് ലതികയെ ഇത്രമേൽ അസ്വസ്ഥയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മറ്റുള്ളവരുടെ വികാരം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഞാനൊന്നും പറയുന്നില്ല. ലതികെ, ഞാൻ നിന്റെ മേലധികാരി എന്നതിൽ കവിഞ്ഞ് ഒരു പുരുഷനാണ്. നീ ഇപ്പൊ എന്തോ പറയാമെന്നല്ലോ, അതെനിക്കറിയാം. പക്ഷേ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അത് ശരി, അപ്പൊ തെറ്റെന്റേതാണ്. ക്ഷമ ചോദിക്കേണ്ടത് ഞാനും. ക്ഷമിച്ചിരിക്കുന്നു പോലും. ഞാൻ ചെയ്ത തെറ്റ് നിനക്കെന്തോട് ക്ഷമിച്ചൂടാ? എന്റെ തെറ്റിനുള്ള ഏക പരിഹാരമാകാൻ ഞാൻ പറഞ്ഞു. കഴിഞ്ഞെല്ലാം മറന്ന് ലതികയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നെ അനുവദിക്കൂ. സാധ്യമല്ല. എനിക്ക് ലതികയെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഈ മുഖം ഒരിക്കലും കാണേണ്ടി വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. വീണ്ടും കാണേണ്ടി വന്നല്ലോ, അതും തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച്. നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ പരസ്യമായി പറയാൻ പോവാൻ. പറയൂ. ആ നിമിഷം ഞാൻ ഇല്ലാതാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്റെ ശരീരമില്ലേ, അതിനാവശ്യക്കാർ ധാരാളമുണ്ട്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനിത് പരസ്യമായി വിൽക്കും. ലതികയുടെ കുട്ടി ഏതാണ്? ഏത് ലതിക? ഇവിടെ 5-6 ലതികമാരുണ്ടല്ലോ. എന്റെ പേരും ലതിക എന്നാണ്. എക്സ്ക്യൂസ് മീ സർ. യെസ്. ഇത് ലതികയുടെ ലീവ് ലെറ്റർ ആണ്. എന്തിനാ? അവളുടെ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുട്ടിക്ക് എന്താ അസുഖം? ടൈഫോയിഡ് ആണെന്ന ഡോക്ടർ പറഞ്ഞത്. ഞാൻ പോട്ടെ സർ. എങ്ങനെയുണ്ട്? ഒരു കുറവല്ല. അതിനടുത്തെ ഈ മരുന്നെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതാ. കൊണ്ടുവന്നാൽ ഇഞ്ചക്ഷൻ എടുക്കാം. അമ്മച്ചി, ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചു വരുന്നവരെ മോനെ ഒന്ന് നോക്കാം. കുഞ്ഞു പോയിക്കോ, ഞാൻ നോക്കിക്കോളാം.
അമ്മച്ചി മോൻ എന്തിയെ? പേവാർഡിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ നഴ്സുമാരും കൂടി. ഏതാ നമ്പര്? 131. കുട്ടിയുടെ അമ്മയാണ് ലതിക. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഓൾറൈറ്റ്. അർച്ചന, നമുക്ക് മോന്റെ ഒരു എക്സ്റേ എടുക്കണം. പിന്നെ കുറച്ച് മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. അപ്പോ കുറച്ചൊന്നും കിടക്കേണ്ടി വരും. അല്ല, ഐ മീൻ സീരിയസ് ഒന്നുമല്ല. സാരമില്ലടാ, ഞാൻ നോക്കിക്കോളാം. അപ്സെറ്റ് ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് മോന് കിട്ടും. അർജുനന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ടല്ലേ? ഉണ്ട്. എന്നാ പിന്നെ വേറെ കൊടുക്കണ്ട. അട്ടെ, ഒരമ്മയുടെ ദൗർബല്യത്തെ മുതലെടുക്കാൻ ശ്രമിക്കരുത്. ഒരച്ഛന്റെ ദൗർബല്യത്തെ പരിഹസിക്കരുത്. മോളെ, കുഞ്ഞിനെങ്ങനെയുണ്ട് മോളെ? കുറച്ച് കുറവുണ്ട്. ട്രിപ്പ് മാറ്റി. ആ കണ്ണും ആ മൂക്കും. ആ, ഇന്ന് രാത്രി കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ഇരുന്നോളാം. മോള് താമസസ്ഥലത്ത് പോയി ഒന്ന് കുളിക്കുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്യേ. വേണ്ട. മൂക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് അകത്തേക്ക് വെക്കൂട്ടി. മോടെ മനസ്സിലുള്ള വിചാരങ്ങളൊക്കെ എനിക്കറിയാം. അർജുനൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. നീ അവന് മാപ്പ് കൊടുക്കണം. ഒരു സ്ത്രീക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത തെറ്റാണ് അമ്മയുടെ മകൻ എന്നോട് കാണിച്ചത്. എനിക്കറിയാം. അതിനൊരു പരിഹാരം വേണ്ടേ കുഞ്ഞെ? ദേ, അർജുനൻ മോളെ വിവാഹം കഴിക്കും. വേണ്ട.
ബില്ല് കൊടുത്തുന്ന്. ആര്? അർജുനൻ സാറ്. ആര് പറഞ്ഞു അയാളോട് കൊടുക്കാൻ? ആ മനുഷ്യൻ എന്റെ മകന്റെ ഹോസ്പിറ്റൽ ബിൽ എത്രയാണ് സർ? മടക്കി തരാനാണോ? അതെ. മകന് വേണ്ടി കുറച്ച് പണം ചെലവാക്കാനുള്ള ബാധ്യത എനിക്കുമില്ലേ? ഇല്ല, നിങ്ങൾ എനിക്കും എന്റെ കുഞ്ഞിനെ വേണ്ടി യാതൊരു ഔദാര്യവും കാണിക്കാൻ പാടില്ല. മേലിൽ ഇങ്ങനെ സംഭവിച്ചാൽ അന്ന് ഞാൻ ഈ ഉദ്യോഗം രാജിവെച്ച് ഇറങ്ങിപ്പോവും. എന്റെ നാട്ടിലേക്കോ വീട്ടിലേക്കോ ആയിരിക്കില്ല ഞാൻ പോകുന്നത്. ഒരു പക്ഷേ മാനഭയം ഓർത്ത് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത അമ്മമാരുടെ കൂട്ടത്തിലാവും ഞാൻ. ബില്ല് എത്രയാണ്? 530 രൂപ. അമ്മ വരുന്ന കണ്ടില്ലേ? മോന്റെ അമ്മ വരുന്ന കണ്ടില്ലേ? ഇതാരാ വരുന്ന നോക്കേ. കല്യാണിയമ്മേ, എന്നെ വിളിച്ചോ? നിങ്ങളുടെ അടുത്ത് ഞാൻ മോനെ ഏൽപ്പിച്ചിട്ട് പോയത് കണ്ടവരുടെയൊക്കെ കയ്യിലെടുത്ത് കൊടുക്കാനല്ല. അവര് ചോദിച്ചു കുഞ്ഞിനെ ഞാൻ. അപ്പൊ ആര് ചോദിച്ചാലും നിങ്ങൾ അവനെ കൊടുക്കുമല്ലേ? ദേ, അല്ല, അത് ഒന്ന് പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. ലതികേ, എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? ഇത്ര ഇറിറ്റേറ്റഡ് ആവാൻ എന്തുണ്ടായി? വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ദേ, മറ്റുള്ളവരൊക്കെ കാണും കേട്ടോ. അച്ഛമ്മയുടെ മണിമുത്തേ, മന്ദാരമുത്തേ. വേണ്ട 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 വേണ്ട. വാ മോനെ. ഇല്ല, അവൻ അച്ഛമ്മയുടെ ഇണങ്ങിപ്പോയി. ഞാൻ കുഞ്ഞിനെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കട്ടെ മോളെ? വേണ്ട, ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. വേണ്ട, വാ മോനെ. കരയാ മോനെ, കരയിക്കല്ലേ മോളെ? ഞാൻ ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. കരയാതെ. കുഞ്ഞിനെ കരയിക്കരുത്. പനി മാറിയിരിക്കുന്ന കുഞ്ഞാണ്. വീണ്ടും പനി വന്നാൽ കൂടുതൽ മക്കള് വാടാ, വാട കുട്ട. ഞാൻ അവനെ ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. വേണ്ട വേണ്ട, കരയല്ലേടാ മോനെ, കരയല്ലേ. താങ്കക്കുട്ടം കരയല്ലേ. നീ എന്തിനാ എത്ര വിഷമിക്കുന്നേ? കുഞ്ഞിനെ ഒരുങ്ങി കൊണ്ടിരില്ലേ? പോടി അവിടുന്ന്. എന്റേതെന്ന് പറയാൻ ആകെപ്പാടെ എനിക്കുള്ളത് എന്റെ മോൻ മാത്രം. എല്ലാവരും കൂടി എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തുടങ്ങാണ്. നശിച്ച ജോലി വലിച്ചെറിഞ്ഞ് ഈ നരകത്തിന്ന് പോകാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല.
എന്താ ഇത്? എന്റെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ. ലതയ്ക്ക് ഇപ്പോ ഒരു ട്രാൻസ്ഫറിന്റെ ആവശ്യം? കാരണം ഞാനതിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെടാനുള്ള കാരണം ഞാനാണല്ലേ? എന്ന് എഴുതിയിട്ടില്ലല്ലോ. എഴുതിയിട്ടില്ല, പക്ഷേ എനിക്കിപ്പം കോമൺ സെൻസ് ഉണ്ട്. ഈ ജില്ലയിൽ തന്നെ ആവുമ്പോ എല്ലാവർക്കും മെയിൻ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. എന്താ അങ്ങനെയല്ലേ? എന്ത് വേണമെങ്കിലും ഊഹിക്കാം. ലതയ്ക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഈ ഓഫീസിലുള്ളിടത്തോളം കാലം ആര് വേണമെങ്കിലും റെക്കമെൻഡേഷനുമായി വന്നോട്ടെ, ലതയ്ക്ക് ഞാൻ ട്രാൻസ്ഫർ തരില്ല. ഞാൻ ലതികയെ വിളിപ്പിച്ചത് ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. വാസ്തവത്തിൽ അർജുനന്റെ വിവാഹം ഒരു ചതിയായിരുന്നു. ആദ്യ രാത്രി ബോധം കെട്ട് കിടക്കുന്ന വിഷയം ഞാൻ പരിശോധിച്ചപ്പോഴാണ് അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ആ വിവരം അറിഞ്ഞ അർജുനൻ ആകെ തളർന്നു. ഉഷയെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഉപേക്ഷിച്ചു എന്ന വാർത്ത കേൾക്കാനുള്ള ശക്തി ആ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നാണ്. അതിനുശേഷമുള്ള അവന്റെ ജീവിതം നമുക്ക് ഊഹിക്കാവുന്നതിലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചിട്ടും അവനൊരു ബാച്ചിലറായി. ഡോക്ടർ കൂട്ടുകാരന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരിക്കും. നടക്കാൻ പാടാത്ത എല്ലാം നടന്നു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടെന്താ കാര്യം? സത്യത്തിലൊരു കാര്യം പറയും, ഞാൻ ഉൾപ്പെടെ പലരും അവനോടൊരു രണ്ടാം വിവാഹം കഴിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവൻ ലതികയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു. അകത്തോട്ട് വരാമോ? ആരെ കാണിക്കാനാണ് ഈ ജാടയല്ല? നിന്റെ കഥയെല്ലാം ഇന്ന് നാട്ടിൽ പാട്ടാണ്. ഞാൻ വന്ന ശേഷം നിന്നെ ഒന്ന് കാണാൻ വേണ്ടി പലയിടത്തും തിരക്കി. വെറുതെ കാണാനല്ല, നിന്നെയും അവനെയും കൊന്നിട്ട് എനിക്ക് മരിക്കാൻ. ഒരു വേശ്യയുടെ സന്നദ്ധയാണെങ്കിലും ഈ കുഞ്ഞിനെ ഓർത്ത് ഞാനിപ്പോ പോകുന്നു. പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ തടയുന്നു.
എന്താണെന്ന് പറയുക. ഞാനും ലതികയായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലായിരുന്നോടാ? അറിയാമായിരുന്നു. എന്നിട്ടാണോടാ റാസ്കൽ? നല്ല പാർട്ടികളാ. എവിടെയായിരുന്നു ഇതുവരെ? എത്ര നേരമായി ഞങ്ങൾ നിങ്ങളെയും കാത്തു നിൽക്കുന്നു. വിവരറിഞ്ഞ ചീഫിനെ ഇന്നലെ രാത്രി ആരോ കടപ്പുറത്ത് വെച്ച് ആക്രമിച്ചെന്ന്. മീൻ പിടിക്കാൻ പോയവരെ ആശുപത്രിയിലാക്കിയത്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാ. സമയമായി. പെട്ടെന്ന് കേറിക്കോ. ഒന്ന് വേഗം കേറുക. ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലമ്മേ. 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി. മാറിക്കോളൂ. യെസ് കമിൻ. എല്ലാവരും ഉണ്ടല്ലോ. സംഭവം എങ്ങനെയാണെന്ന് നിനക്ക് തീരെ ഓർമ്മയില്ലേ? പെട്ടെന്നുണ്ടായ അറ്റാക്ക് അല്ലേടാ. ആരെങ്കിലും കണ്ടാ തിരിച്ചറിയോ? അവര് മോക്കമൊക്കെ മറച്ചിരുന്നു. കുഞ്ഞിന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, സുഖായിരിക്കുന്നു. എന്ത് വിവരമില്ലായ്മയാണെന്നറിയാമോ ശ്രീയേട്ടൻ ചെയ്തത്? വിധി മാറ്റി എഴുതാൻ ശ്രീയേട്ടന് കഴിയൂ. നിങ്ങൾക്കൊക്കെ പൊട്ടിത്തെറിക്കാം, ആവേശം കൊള്ളാം. പക്ഷെ എനിക്ക് ജീവിച്ചല്ലേ ഒക്കൂ. എന്റെ മോന് വേണ്ടിയെങ്കിലും. ആ സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഒരിക്കലും ശ്രീയേട്ടന്റെ പേര് പറഞ്ഞില്ല. അറിയപ്പെടാത്ത കുറെ ആളുകൾ അയാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. മോളെ, മോന് ഞാനൊരു അരഞ്ഞാണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് കെട്ടിക്കോട്ടെ. മോനെ, മക്കളെ. ആ മോളെ, അർജുനനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ മോളെ അവൻ രക്ഷപ്പെട്ടത്. ഏത് പരമദ്രോഹിയാണോ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത്. അർജുനന് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ മോനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ?
നമസ്കാരം. അർജുനൻ ഉണ്ടല്ലോ, വരൂ. അർജുന, അകത്തേക്കിരിക്കാം. ആ, ശ്രീകുമാർ ഇരിക്കൂ. അർജുനൻ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. അർജുനെ കൊല്ലാൻ ശ്രമിച്ച ഞാനാണെന്ന കാര്യം നിങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവവും ശ്രീകുമാറിന്റെയും ലതികയുടെയും മനോവേദനയും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ശ്രീകുമാറിനെ തെറ്റുകാരനായി കാണാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതേ ചെയ്യുമായിരുന്നു. ശ്രീയേട്ടൻ, ഞാൻ അർജുന്റെ വീട്ടിൽ പോയിരുന്നു. മോനെ വിട്ടു കൊടുത്തേ. വരൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗ്രേസി, മോനെ ഒന്ന് നോക്കാവോ? ഞാൻ ഇപ്പൊ വരാം. മോനെ, കൊല്ലാൻ ശ്രമിച്ചവനോട് പക തോന്നാത്ത മനുഷ്യൻ വലിയവനാണ്. അയാളെ അടുത്തറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ പരിചയപ്പെടേണ്ടി വന്നതിൽ വിഷമം തോന്നി. അത് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്തതിലല്ല, മൊത്തത്തിലുള്ള അയാളുടെ പെരുമാറ്റം. അർജുനൻ നല്ലവനാണ് ലതി. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആ മനുഷ്യനാണ്. പക്ഷെ അതിന് പരിഹാരം ചെയ്യാൻ അർജുനൻ തയ്യാറാണെങ്കിലോ? ശ്രീയേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷേ ഇനിയൊരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ, അത് പോട്ടെ. ഞാൻ ഈ 15-ാം തീയതി തിരിച്ചു പോകും. അതിനു മുമ്പായി എന്റെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുകയാണ്. അമ്മ തിരക്ക് പിടിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയുമാണ്. എനിക്ക് ലതികയുടെ ഒരു അപേക്ഷയുണ്ട്. നീ വന്നു വേണം എന്റെ വിവാഹം നടത്തി തരാൻ, എന്റെ പെങ്ങളെ പോലെ. നീ വരില്ലേ? പെട്ടി എവിടെ വെച്ചോളൂ. ഒരു ഉപകാരം ചെയ്യൂ, അമ്മാവിന്റെ വീട്ടിൽ നിന്ന് ഈ വീടിന്റെ താക്കോലൊന്നും വാങ്ങിക്കൊണ്ടുവരൂ. അമ്പാട്ടുകാരനല്ലേ? അതെ.
ലതികെ, നീ എന്തിനാ താക്കോല് വെച്ചത്? ഇവിടെ താമസിക്കാൻ പോവാ? വരൂ. എത്ര നാളായി ഇവിടുന്ന് പോയിട്ടല്ലേ? എന്റെ മോളെ ലതിക വന്നിരിക്കുന്നു. അമ്മേ, ദാ ലതിക വന്നിരിക്കുന്നു. ലതിക, അല്ല ലതിയെ, മൂപ്പര് വന്നില്ലേ? മൂപ്പർക്ക് ലീവ് കിട്ടിയില്ല. വാ. കായ അരിയണത് കുറച്ച് കനം കുറച്ച് അരിഞ്ഞോളൂട്ടാ. ഇത് തന്നെ കുറെ കനം കൂടി. എണ്ണ കുടിക്കും. പാത്രം ഇത് മതിയോ? നല്ലോണം തുടച്ചില്ലേ? തേങ്ങയെല്ലാം ചെലവില്ലേ? എന്നാ പച്ചമുളക് കൂടെ നരിഞ്ഞു വെച്ചേ. വല്യമ്മേ, ഇത് കഴിഞ്ഞ് മഞ്ഞൾ പൊടിക്കണം കേട്ടോ. ഹലോ മിസ്റ്റർ അർജുനൻ, താങ്ക് യു ഫോർ യുവർ കമ്മിങ്. അവനെ ഉറങ്ങിപ്പോയോ? എന്താ ഇത്ര വൈകിയത്? ഞാൻ വഴിയിലൊരു ഫ്രണ്ടിനെ കണ്ടു. ആരാ ഇത് മിസ്റ്റർ അർജുനൻ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ. അത് ശരി. അപ്പൊ നമ്മുടെ അരവിന്ദാക്ഷമൻ അറിയുമല്ലേ? മാരാത്തരവിന്ദാക്ഷമനൻ. എനിക്കല്ലേ പരിചയമില്ല. വളരെ കാലം അദ്ദേഹം അവിടെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. അങ്ങനെ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. രാവിലെ രക്ഷപ്പെട്ട നന്നായി. അച്ചങ്ങായി ഭയങ്കര വാസമാണ്. അവര് കൊണ്ടിരുന്ന ഇത് മുണ്ടും നേരിയതാ വാങ്ങിച്ചതേ. അമ്മേ, ഇതെന്റെ അമ്മ, ഇതാ അച്ഛമ്മ. അമ്മ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതാ അർജുനൻ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ, ലതികയുടെ ചീഫാ. നമസ്കാരം. ശ്രീ പറഞ്ഞിരുന്നു വരുമെന്ന്. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഞാൻ വഴിയിലൊരു ഫ്രണ്ടിനെ കണ്ടിരുന്നു. ആരാതെ? ലതികയുടെ ഓഫീസറാമേ. ലതികയുടെ ഓഫീസർ. എന്താ? ഇനി
പറഞ്ഞെല്ലാം അങ്ങ് കൊണ്ടുവച്ചേക്കട്ടോ. ഇരിക്ക്. ആ പുറത്തേക്ക് വന്ന് ചായ കൊടുത്തോ? ലതികേ, ലതികേ, ഹലോ. ലതികേ, അർജുന് കുടിക്കാൻ എന്താ? കാപ്പിയോ ചായയോ എന്താ വെച്ചാൽ എടുത്തോണ്ട് വാ. അർജുന്റെ പെട്ടിയൊക്കെ എവിടെ? ഞാൻ ടി വിയിൽ ഒരു മുറി എടുത്തു. അതെന്തു പണിയാ കാണിച്ചത്? നമുക്കിവിടെ കൂടായിരുന്നല്ലോ. കുഴപ്പമില്ല, ഞാൻ രാവിലെ അമ്പലത്തിലെത്തിക്കോളാം. എനിക്ക് ചായ വേണ്ടായിരുന്നല്ലോ. എന്തോ? ഞാൻ ദേ വരുന്നു. ഒരു സെക്കൻഡ്, ഇപ്പൊ വന്നേക്കാം. ഉറങ്ങിപ്പോയി. ലതിക എപ്പോ വന്നു? ഞാൻ ഇന്നലെ എത്തി. എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ചു വരുമ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തിരിച്ചു പോകുമ്പോ അങ്ങനെ ആവരുതെന്ന് ആഗ്രഹമുണ്ട്. ലതികേ, ദേ മോനെ ഒന്ന് പിടിച്ചേ. ലതികേ, നിന്റെ പെട്ടി ബാഗെല്ലാം ഞാൻ വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്തിനാ ഈ വാശിയും വൈരാഗ്യമൊക്കെ? നീ വണ്ടിയിലോട്ട് കയറി. ലതികേ, നീ കൂടെ കയറിക്കേ. എന്തായാലും നിങ്ങൾ ഒന്നാവേണ്ടവരല്ലേ, പിന്നെ എന്തിനാ ഇത്ര കടമ്പെടുത്തോ? നീ അങ്ങോട്ട് കയറിക്കേ. കല്യാണ പെണ്ണോടെ കാത്തു വെച്ചാ നീ ഒന്ന് ഇങ്ങോട്ട് കയറിക്കേ. എന്റെ കുട്ടിയെ ആലോചിക്കുന്നേ. ആ കാറിൽ കേറിക്കോളൂ. കേറാനേ പറഞ്ഞേ. മോർണിംഗ്. ലതികോട്ട് വന്നേ. കേറ്.
പകരമോ കാലം ചിറകാലെഴുതും കഥയിൽ വിടരും പടരും നിറനിറജാലം യാ